അപ്പോഴേ സോപ്പ് സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുതിയൊരു സോപ്പാണ്. അതായത് തണ്ണിമത്തൻ്റെ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ തണ്ണിമത്തൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്ലിസറിൻ സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1/2 കിലോ ബേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് 25 മില്ലി ഓക്കെ 25 മില്ലി നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, തണ്ണിമത്തൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വൈറ്റമിൻ ഇ ചേർക്കണം, കളർ ചേർക്കണം. കളർ വേണമെന്ന് വെച്ചാൽ കളർ ചേർക്കാം, സ്മെല്ല് ചേർക്കണം. ഓക്കെ, അപ്പോൾ ഇനി തണ്ണിമത്തൻ്റെ സോപ്പ് എങ്ങനെ ഗ്ലിസറിൻ ബേസിൽ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും നമ്മുടെ നല്ല ബേസ്, അതായത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളത്, ഫാർമൻ ഫ്രീ ആയിട്ടുള്ള ബേസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ എന്തെങ്കിലും സ്മെല്ല്, ഫ്രാഗ്രൻസ്, കളറ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോയിലേക്ക് കിടന്നാലോ. ഓക്കെ, അപ്പോൾ നമ്മളിത് ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്, 1/2 കിലോ ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മെൽറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസൊക്കെ നമ്മൾ നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ട നമ്മുടെ ബേസ് കണ്ട, ഇതെങ്ങനെയൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ കണ്ട കൈമൊന്നും ഒട്ടി പിടിക്കില്ല. കണ്ട ഇത്ര നല്ല ക്വാളിറ്റിയുള്ള ബേസ് കേട്ടോ. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ, പെട്ടെന്ന് മെൽറ്റാൻ വേണ്ടിയിട്ടാ. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ്റെ ജ്യൂസ് കേട്ടോ. ഇനി നമുക്ക് മെൽറ്റാക്കാൻ വയ്ക്കാം. ഇനി മെൽറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ നമ്മുടെ ബേസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കേട്ടോ. ഇനി നമുക്കായിരിക്കും നമ്മുടെ തണ്ണിമത്തൻ്റെ ജ്യൂസ് ചേർക്കാം. 1/2 കിലോയിലേക്ക് 25 മില്ലി ജ്യൂസ് ഇട്ടാ. നമുക്ക് കളർ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ വേണ്ട. നമുക്കൊരു 4 തുള്ളി റെഡ് ചേർക്കാം. ഓക്കെ, ഇത് നമ്മൾ വൈറ്റമിൻ ഇ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചേർക്കണം കേട്ടോ. ഓക്കെ, 4 ഡ്രോപ്സ് ചേർത്തുണ്ട്. ഇനി നമുക്കിത് ഇതിന് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഫ്രാഗ്രൻസാണ്. ഇനി നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ ഗ്ലിസറിൻ ചേർക്കാം. നമ്മൾ ടീ ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു 2 ഡ്രോപ്പ്. ഇനി നമുക്ക് അതിലേക്ക് ഫ്രാഗ്രൻസ് ചേർക്കാം. 1/2 കിലോയിലേക്ക് ഒരു 8 മില്ലി മതി. ഇത് 5 മില്ലിയാണ്. ഇതിലൊരു ടീസ്പൂൺ കേട്ടോ, 8 മില്ലിയിലെ വേണ്ട, ഇതിലൊരു 8 ടീസ്പൂൺ വെച്ചാൽ മതി 1/2 കിലോയിലേക്ക്. നിങ്ങൾക്ക് ഏത് ഫ്രാഗ്രൻസ് ആണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് മാസ്കിൻ്റെയാണ്. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് മാസ്കും ബേബി ഫ്രാഗ്രൻസാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ മോൾഡൊക്കെ അടുത്ത് വയ്ക്കുക, എന്നിട്ട് അതിരിക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക. 5 സോപ്പിലേക്ക്, അതായത് 500 ഗ്രാമിൻ്റെ അടുത്ത് 5 സോപ്പ് കേട്ടോ. 1/2 കിലോ നമുക്ക് കറക്റ്റ് 5 സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി റബ്ബിങ് ആൽക്കഹോൾ അടിച്ചു കൊടുക്കുക. തണ്ണിമത്തൻ്റെ സോപ്പ് റെഡി ആയിട്ട്. ഇനി നമുക്കതൊരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ തണ്ണിമത്തൻ്റെ സോപ്പ് നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് നല്ല രസമായിട്ട് ഉണ്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തെങ്കിലും സംശയം, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉള്ളവർ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് സംശയമുള്ള ആൾക്കാർ ഇനി വിളിച്ചോട്ടോ, പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കണമെന്നൊക്കെ. ഇനി നമ്മൾ ഓയിൽ സോപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അതായത് തണ്ണിമത്തൻ്റെ ജ്യൂസ് എടുത്തിട്ട് എങ്ങനെയാണ് ഓയിൽ സോപ്പിൽ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.